യഹൂദരോ ഗ്രീക്കുകാരോ പടയാളികളോ അല്ല ഈശോയുടെ കരങ്ങളിൽ ആണിയടിച്ചത്. നോമ്പിന്റെ നീലാകാശം എന്ന ഈ വിചിന്തനത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് യൂദാസിനെ കുറിച്ചാണ്. സത്യത്തിൽ യൂദാസ് ഈശോയെ ഒറ്റുകൊടുത്തത് പണത്തിനു വേണ്ടിയായിരുന്നു അല്ല എന്നാണ് എന്റെ നിഗമനം. കാരണം 30 വെള്ളി നാണയങ്ങൾ ആ നാട്ടിലെ വലിയ തുകയൊന്നുമായിരുന്നില്ല. ആ നാട്ടിൽ ഒരു അടിമ രക്തം ചിന്തിയാൽ യജമാനൻ കൊടുക്കേണ്ടത് വെറും 30 വെള്ളി നാണയങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് തന്നെ എത്രമാത്രം സ്നേഹിച്ച ഗുരുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തത്? മഹാനായ കവിയും മിഷണറിയുമായ അർണോസ് പാദ്രി പുത്തമ്പാന രചിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു: നീജനിത്ര കാശിനാശ അറിഞ്ഞെങ്കിൽ ഇരന്നിട്ടും കാശു നൽകായിരുന്നയ്യോ ചതിച്ചോ പുത്ര. യൂദാസിന്റെ കാര്യം പോകട്ടെ, നാം ഇന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്ന് യൂദാസായി മാറുന്നുണ്ടോ? സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എപ്പോഴും കൂടെ ഉണ്ടാകാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വിവാഹമെന്ന കുദാശിയിൽ തന്റെ വീടും കുടുംബത്തെയും എല്ലാം വിട്ട് ഇറങ്ങിപ്പോന്ന ജീവിത പങ്കാളിയെ കുടുംബത്തിന്റെ ഉള്ളിൽ കുറ്റം പറഞ്ഞും മറ്റു ബന്ധുമിത്രാദികളുടെ മുമ്പിൽ കളിയാക്കാനുമായി ഇട്ടുകൊടുക്കുമ്പോൾ നാം സത്യത്തിൽ ഒരു യൂദാസായി മാറുകയാണ്. തന്റെ ജോലിക്കാർ സത്യസന്ധതയോടെ ജോലി ചെയ്യുമെന്ന് വിചാരിച്ച് ഒത്തിരി പണം ചെലവഴിച്ച് സ്ഥാപനം തുടങ്ങിയ മുതലാളിയെ പണം ക്രയവിക്രയം ചെയ്യുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുമ്പോൾ പ്രതീക്ഷിച്ച സത്യസന്ധത നമ്മളിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ നാം ഒരു യൂദാസായി മാറുകയാണ്. നമ്മുടെ സമൂഹത്തിലും നാം പെരുമാറുന്ന ഓഫീസുകളിലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കൂട്ടുകാരും നമ്മുടെ ചില പ്രവർത്തികൾ യൂദാസിന്റേതെന്ന് പോലെ ചിന്തിക്കുന്നുണ്ടോ? ഈ നോമ്പ് കാലഘട്ടം ഇരുത്തി ചിന്തിക്കണം, ആഴത്തിൽ ചിന്തിക്കണം. ഞാൻ ഒരു യൂദാസായി മാറുന്നുണ്ടോ? പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സംവിധാനം ചെയ്ത മെൽ ഗിബ്സൺ പറയുകയാണ്, ഗ്രീക്കുകാരോ യഹൂദരോ പടയാളികളോ അല്ല ഈശോയുടെ കരങ്ങളിൽ ആണിയടിച്ചത്, അത് ഞാനും നീയുമാണ്. ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.